പരസ്യമായി മദ്യപിച്ച സംഭവത്തിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്കെതിരെ കേസെടുത്തു. കൊടിസുനി എന്ന സുനിൽ കുമാർ, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കെതിരെയാണ് തലശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവർക്ക് മദ്യം എത്തിച്ചു നൽകിയ കണ്ടാലറിയാവുന്നവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. തലശ്ശേരി അസിസ്റ്റന്റ് സൂപ്രണ്ട് നൽകിയ അന്വേഷണ റിപ്പോർട്ടും അനുബന്ധ രേഖകളും പരിശോധിച്ചാണ് അക്ബാരി നിയമപ്രകാരം സ്വമേധയാ കേസെടുത്തതെന്ന് തലശ്ശേരി പോലീസ് എഫ്ഐആറിൽ പറയുന്നു. മാഹി ഇരട്ടക്കൊലക്കേസിൽ നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയാണ് കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും ഷിനോജും. ജൂൺ 17 കേസിലെ വിചാരണയുടെ ഭാഗമായി തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി 3 ഹാജരാക്കിയിരുന്നു. കോടതി നടപടികൾക്ക് ശേഷം തിരികെ പോകുന്നതിനിടെ പ്രതികൾക്ക് ഭക്ഷണം വാങ്ങി നൽകുന്നതിനായി വിക്ടോറിയ ഹോട്ടലിന് സമീപം പോലീസ് വാഹനം നിർത്തി. ഇതിനിടെയാണ് പ്രതികൾ മദ്യപിച്ചത്. കാറിലെത്തിയ സംഘമാണ് മദ്യം എത്തിച്ചു നൽകിയത്. സംഭവം വിവാദമായതോടെ വകുപ്പ് തല അന്വേഷണം നടക്കുകയും 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ജില്ലാ പോലീസ് ആസ്ഥാനത്തെ പോലീസുകാരായ ജിഷ്ണു, വൈശാഖ്, വിനീഷ് എന്നിവർക്കെതിരെയായിരുന്നു നടപടി. സംഭവം വാർത്തയായതോടെ കൊടിസുനിയും സംഘവും പരസ്യമായി മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇതിൽ മദ്യം എത്തിച്ചു നൽകിയ വാഹനത്തിന്റെ നമ്പർ വ്യക്തമായിരുന്നു. എന്നാൽ കാര്യമായ നടപടി ഉണ്ടായില്ല. ഗുരുതരമായ വീഴ്ചയിൽ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയെന്നുള്ള ആരോപണം ഉയർന്നു. ഇതോടെ പ്രതികളുടെ വിചാരണ വീഡിയോ കോൺഫറൻസ് വഴിയാക്കി. കഴിഞ്ഞ ദിവസം വിചാരണയുടെ ഭാഗമായി പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത് വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു. സംഭവം വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചതോടെയാണ് കേസെടുക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കൊടിയായാലും വടിയായാലും നടപടിയെടുക്കുമെന്നാണ് ജയിൽ ഉപദേശക സമിതി അംഗമായ പി. ജയരാജൻ പ്രതികരിച്ചത്. സംഭവത്തിൽ വീഴ്ചയുണ്ടായതായി പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞതായി സംസ്ഥാന പോലീസ് മേധാവി റാവട ചന്ദ്രശേഖറും പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് വൈകിയാണെങ്കിലും പോലീസ് കേസെടുത്തത്. കേസെടുക്കാത്തതിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. 2010 മെയ് 28 മാഹിയിൽ ഇരട്ടക്കൊല നടക്കുന്നത്. 2 RSS പ്രവർത്തകരെ കൊലപ്പെടുത്തിയതായിരുന്നു കേസ്. വിജിത്, ഷിനോജ് എന്നിവരായിരുന്നു കൊല്ലപ്പെട്ടത്. കോടതിയിൽ ഹാജരാക്കി മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. കേസിൽ കൊടിസുനി 2ാം പ്രതിയും മുഹമ്മദ് ഷാഫി 2ഉം 4ഉം പ്രതികളുമാണ്. കേസിൽ 16 പ്രതികളാണുള്ളത്.